ഒരു വലിയ കൗതുകം. ഒരുപാട് മലയാളികളുടെ വിചാരം, ഞാൻ ഉൾപ്പെടെ അടുത്ത കാലത്ത് വരെ ഈ സുകുമാരൻ സാർ ഒരു തിരുവനന്തപുരംകാരനാണ് എന്ന് വിചാരിച്ച ഒരുപാട് ആളുകളുണ്ട്. എടപ്പാളാണ് സ്വദേശം, എടപ്പാള എടപ്പാളാണ്. ആ. ശുഗപുരം ജംഗ്ഷനിലാ താമസം. ചേച്ചി തിരുവനന്തപുരത്താണ്. അല്ല, ഹരിപ്പാട്. അതെ, താമസം പഠിച്ചതൊക്കെ തിരുവനന്തപുരം. തിരുവനന്തപുരത്ത്. അതാണ് സുഗോട്ടനെ അങ്ങനെ തോന്നാൻ കാര്യം. സുഗോട്ടനെയും പഠിത്തമൊക്കെ യൂണിവേഴ്സിറ്റി കോളേജും ഒക്കെ ആയിരുന്നു. തിരുവനന്തപുരത്തായിരുന്നു പുള്ളിയുടെ ഒരു തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് വിഹാരം ഉണ്ടായിരുന്നത്. ഈ പരിപാടി തുടങ്ങുമ്പം നമ്മൾ ഒരു ചോദ്യം, ആദ്യമായിട്ട് കണ്ടതോ ഒരു ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടാവും, ഞങ്ങൾക്കറിയില്ല. അല്ല, അത് ഓർമ്മിക്കാനുള്ള കാരണമുണ്ട്. അദ്ദേഹത്തിന്റെ പെങ്ങളും ഞാനും കൂടെ 5ാം ക്ലാസ് തൊട്ട് കോട്ടൺ ഹിൽ സ്കൂളിൽ തിരുവനന്തപുരത്ത്, അത് കഴിഞ്ഞ് തിരുവനന്തപുരം വിമൻസ് കോളേജിൽ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചവരാ. അപ്പോൾ അങ്ങനെ സതിയുടെ കൂടെ ഇദ്ദേഹം സിനിമാ നടനായിട്ട് കാണുന്നതിന് മുമ്പേ ഞാൻ സതിയുടെ പിറന്നാളിന് വീട്ടിൽ പോകുമ്പോഴൊക്കെ ഇതെൻ്റെ മൂത്ത ബ്രദർ, രണ്ടാമത്തെ ബ്രദർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും ഇദ്ദേഹം ഇങ്ങനെ ലെക്ചർ ഉദ്യോഗമൊക്കെ കളഞ്ഞേച്ച് സിനിമയെ വരുമെന്നൊന്നും നമുക്കറിഞ്ഞുകൂടാ. ഏതായാലും അങ്ങനെ കണ്ടിട്ടുണ്ട്. MA ഇംഗ്ലീഷോ മറ്റേ ആയിരുന്നില്ലേ? ലിറ്ററേച്ചർ MA ഇംഗ്ലീഷായിരുന്നു. അത് കഴിഞ്ഞ് LLB പാസ്സായി, LLM പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത്ര ഒന്ന് ആലോചിച്ച് നോക്കൂ. ആ സമയത്ത് ഞാനിപ്പം ആമുഖത്തിൽ പറഞ്ഞു, വിദ്യാഭ്യാസം ജോലി എന്നൊക്കെ പറയുന്നതാണ് വലിയ പാട്. ആ സമയത്ത് ഒരാൾ സിനിമയിട്ട് പോവാന്ന് പറഞ്ഞാൽ എല്ലാവരും എന്താ അങ്ങോട്ട് പോകണമെന്ന് ചോദിക്കുന്ന സമയമാണ്. തീർച്ചയായിട്ടും അതെ. അത് അന്ന് തന്നെ ഇപ്പം ഈ പറയുന്നുണ്ട്, ഇംഗ്ലീഷ് ഒരു ലെക്ചറായിട്ടിരുന്ന ഒരാൾ അതോ നാഗർകോവിൽ സ്കോട്ട് ക്രിസ്ത്യൻ കോളേജ്, തലശ്ശേരി, കാസർഗോഡ്, ഇവിടെ എല്ലാം വർക്ക് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് സിനിമയിലോട്ട് വരുന്നു എന്ന് കേട്ടപ്പോൾ എല്ലാവർക്കും ഒരു അതിശയമായിരുന്നു. അത് പിന്നെ നമ്മുടെ സുരാസ് ഹോട്ടലില്ലേ, അദ്ദേഹത്തിൻ്റെ ഒരു നിർബന്ധമായിരുന്നു, ഈ ശംഖുപുഷ്പം കൂടെ അഭിനയിച്ചിട്ട് നീ ടാൻസാനിയയിലെ കണ്ട് ജോലി കിട്ടി, അതുകൊണ്ട് അപ്പോൾ ഇതുകൂടെ അഭിനയിച്ചിട്ട് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം നിർബന്ധിച്ച് ശംഖുപുഷ്പത്തിൽ അഭിനയിച്ചു. ആ പടം സോമേട്ടനൊക്കെ ഉണ്ട്. ആ പടം കയറി അങ്ങ് ഹിറ്റായി. ഇദ്ദേഹം കാണാനൊക്കെ കൊള്ളാവുന്ന ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ, കൊള്ളാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ അടുത്ത പടം വന്നു, അടുത്ത പടം വന്നു, അടുത്ത പടം വന്നു. പിന്നെ പൂർണ്ണമായിട്ടും സിനിമയിലേക്കായി. അപ്പം സിനിമയ്ക്ക് മുമ്പേ കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് അല്ലേ?